ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് അടുത്താണ്. ഇവിടെ ക്രൊക്കഡൈൽ പാർക്കിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ നെയ്യാർ ഡാമിൽ വരുന്നവർക്ക് അവിടെ നിന്ന് നമ്മുടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 മീറ്റർ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രൊക്കഡൈൽ പാർക്കിനടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഈ വഴിയാണ് നമ്മൾ കയറി പോകേണ്ടത്. ഈ വഴി കയറി പോകുമ്പോൾ കണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ചെറിയൊരു സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഈ പോകുന്ന വഴിയൊക്കെ നല്ല കാണാനായിട്ട് വളരെ മനോഹരമാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 30 രൂപയാണ്. പക്ഷേ നമ്മളിവിടുത്തെ ബോട്ടിങ്ങിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 300 രൂപയാണ് വില വരുന്നത്. ആ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നമ്മുടെ മാൻ പാർക്കും അതുപോലെ തന്നെ ഈ ക്രൊക്കഡൈൽ പാർക്കും ഒക്കെ തികച്ചും സൗജന്യമായിട്ട് തന്നെ ആ ഒരു പാക്കേജിൽ ഉൾപ്പെട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു ചെറിയൊരു ബോർഡൊക്കെ കാണാം. ഇത് നമ്മുടെ ഓരോരുത്തരുടെ ജന്മനക്ഷത്രത്തിനനുസരിച്ച് അവരിവിടെ ഓരോ മരങ്ങൾ ഇവിടെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ പാർക്കിലായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ആൻറ്റി ഇരിപ്പുണ്ട്. ആൻറ്റിയുടെ നമുക്ക് ഈ ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ കയറാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നത്തെ അല്ലേ. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്രൊക്കഡൈൽ പാർക്കൊക്കെ കാണാം. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു 5 മണിക്കാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷേ ഇവിടുത്തെ ക്ലോസിങ് ടൈമും 5 മണിയാണ്. അതാണ് ആൻറ്റി ചോദിച്ചത് ഇന്ന് നമ്മൾ വന്നതിനെ കുറിച്ച്. അപ്പോൾ ഇന്നലെ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ നടന്നൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പിന്നെയും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു പെരുമ്പാമ്പിനെയാണ്. ഇത് ഏകദേശം ഒരു 10 കൊല്ലമായി ഇവിടെ ഇവർ സംരക്ഷിച്ച് പോരുന്നത്. അതുമാത്രമല്ല, ഇതിനെ നമുക്കിവിടെ നമ്മുടെ അമ്പൂരി വനമേഖലയിൽ നിന്നാണ് ഇവർ പിടിച്ചതെന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മുതലകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മുതല കേട്ടോ. ഏകദേശം ഒരു 25 വയസ്സുണ്ട് ഇതിന്. 16 കൊല്ലം മുമ്പേ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതൊരു കടൽ മുതലാണ് കേട്ടോ. വർക്കല ബീച്ചിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കൂട്ടിലോട്ട് പോകാം. ഇവിടെ ഉണ്ട്. ഇവിടെ എങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏകദേശം ഒരു 15ഓളം കൂടുണ്ട് കേട്ടോ. അതിൽ ഈ കൂടുകളിലെല്ലാം ഏകദേശം ഒരു 7ഓളം കൂടിൽ മാത്രമേ ഇപ്പോൾ ഈ മുതലകളെയൊക്കെ സംരക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കൂടിലോട്ട് പോകാം. ഇതെല്ലാം മുകളിലത്തെ മുതലയെ അപേക്ഷിച്ച് തീരെ ചെറുതാണ്. കുറച്ച് വെറൈറ്റി സ്പീഷ്യസിലുള്ള മുതലകളെയാണ് ഇവിടെ അവർ സംരക്ഷിച്ച് പോകുന്നത്. ഇവിടെ മഗ്ഗർ ക്രൊക്കഡൈൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് മഗ്ഗർ ക്രൊക്കഡൈൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഏകദേശം ഒരു 15ഓളം കൂടുണ്ട്. പക്ഷേ 7ഓളം കൂടിൽ മാത്രമേ ഇപ്പോൾ മുതലുകളുള്ളൂ. അതെല്ലാം ഇനി ഇവിടുത്തെ സ്ഥലപരിമിതികൾ കാരണം അഗസ്ത്യാർ പാർക്കിലേക്ക് ഇനി മാറ്റാനുള്ള നീക്കങ്ങളിലായിട്ടാണ് ഇവിടുത്തെ അധികൃതർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇനി നമുക്ക് ഈ ക്രൊക്കഡൈൽ പാർക്ക് അല്ലെങ്കിൽ ഈ മുതലകളൊക്കെ കാണണമെങ്കിൽ നമ്മളിനി അവിടെ ബോട്ട് സർവീസ് ചെയ്ത് നമുക്ക് പോയി കണ്ടാൽ മാത്രമേ നമുക്ക് അവിടുത്തെ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. ഇവിടെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്ഥലത്തായിട്ട് ഇനി കൂടുതലുണ്ട്. അപ്പോൾ അവിടുത്തെ മുതലുകൾ കൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ മഗ്ഗർ ക്രൊക്കഡൈൽ എന്ന സ്പീഷീസ്, ആ ഇനത്തിൽപ്പെട്ടതാണ് ഇവിടെ ഉള്ളതും. ഇവിടെ ഒരു 6 മാസം പ്രായമുള്ള ഒരു 5 മുതല കുഞ്ഞുങ്ങളെ കൂടെ സംരക്ഷിച്ച് പോകുന്നുണ്ടെന്ന് അവിടുത്തെ ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് അതിനടുത്ത് നമ്മളിതാ എത്തിയിട്ടുണ്ട്. അവരെ കൂടെ നമുക്ക് കാണാം. ഇനിയൊരു 2 കൂടുകളും കൂടെ ഉള്ളൂ കേട്ടോ മുതലുകളെ സംരക്ഷിക്കാനായിട്ട്. ഇനി ഈ ഒരു കൂട്ടിൽ ഏകദേശം ഒരു 2 മുതലുകളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 1 വയസ്സ് പ്രായമുള്ള 2 മുതല കുഞ്ഞുങ്ങളും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ 1 വയസ്സ് പ്രായമുള്ള മുതല കുഞ്ഞുങ്ങൾ.
അപ്പോൾ ഇതാ നമ്മുടെ ക്രൊക്കഡൈൽ പാർക്കൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ മുതലുകൾ തീരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്ഥലപരിമിതികളും അതുപോലെ സംരക്ഷണ പരിമിതിയൊക്കെ കാരണം ഇവിടുന്ന് ഒരുപാട് മുതലകളെ നമ്മുടെ അഗസ്ത്യ പാർക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നെയ്യാർ ഡാം കാണാൻ വരുന്നതിൻ്റെ കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാവുന്നൊരു ഇടമായിട്ടും കൂടെ ഇത് പരിഗണിക്കാവുന്നതാണ്. നമ്മൾ താഴേക്ക് പോയി ഈ എൻട്രൻസ് നമ്മൾ കയറി വന്ന ആ വഴിയുടെ അവിടെ തന്നെ തൊട്ട് താഴെയായിട്ടൊരു വനവിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വനശ്രീയുടെ എക്കോ ഷോപ്പ്. ഇവിടെ തന്നെ ഒരുപാട് വനവിഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിവിടെ ആൻറ്റിയോട് ചോദിക്കാം, ഇവിടെ ആൻറ്റി എന്തൊക്കെ ഐറ്റംസ് ആണ് ആൻറ്റി ഇവിടെ ഉള്ളത്? പിന്നെ ചെറുതേനുണ്ട്, വൻതേനുണ്ട്, പിന്നെ പലതരം ചായപ്പൊടികളുണ്ട്, വെറൈറ്റി ടീകളെല്ലാം ഉണ്ട്. പിന്നെ രക്തചന്ദന പൊടിയുണ്ട്, പിന്നെ നീലമരി പൊടി, മൈലാഞ്ചി പൊടി, കുടംപുളി, കുന്തിരിക്കം, കറുവപ്പട്ട, ഏലക്ക, രാമച്ചം, പിന്നെ ചുക്ക് കോഫി ഉണ്ട്, ദാഹശമിനിയുണ്ട്, ഞെരിഞ്ഞില് അതെല്ലാം ഉണ്ട്. പിന്നെ പുൽത്തൈലം ഉണ്ട്, പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെതും ഇഞ്ചിയുടെയൊക്കെ സർബത്തുണ്ട്, വെള്ളത്തിൽ ചേർത്ത് കുടിക്കാനാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ ചുവരിലൊക്കെ ഒട്ടിക്കുന്നതും ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കുന്നത് പടങ്ങളാ, മൃഗങ്ങളുടെ അത്. സിറാമിക് പ്ലേറ്റ് ഇത് ഉടൻ. പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട്, പിന്നെ ഈ അമക്കൂരം പൊടി, മെഡിസിൻ, അതൊക്കെ നാക്കിരണ പരിപ്പ് പൊടി അതുണ്ട്. കറ്റാർവാഴ ജെല്ലുണ്ട്, മുഖത്ത് സ്കിന്നിനൊക്കെ നല്ലതാണ് അത്. പിന്നെ സോപ്പുണ്ട്, ചന്ദനത്തിൻ്റെ രക്തചന്ദനത്തിൻ്റെ സോപ്പുണ്ട്. പിന്നെ ഇത് തലയിൽ തേക്കണ എണ്ണയുണ്ട്, അഗസ്ത്യ ഹെയർ ഓയില്. ഇത് നല്ലതാണ് തലയിൽ തേക്കണത്, തലമുടിയും വളരും, പിന്നെ നമുക്ക് തലവേദനയൊക്കെ മാറും, നല്ലതാണ് ഇത്. പിന്നെ നമുക്ക് യൂക്കാലിപ്സിൻ്റെ ഓയിലുണ്ട്, ഇത് യൂക്കാലി തൈലം, ശരീരവേദനയ്ക്ക് ആവി പിടിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെ ഇത് പുൽത്തൈലം, വീട് കഴുകി തുടയ്ക്കുന്നത് 5 തുള്ളി മതി ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ വീടെല്ലാം കഴുകി തുടച്ചാൽ നല്ല മണമായിരിക്കും, കൊതു ഈച്ചയൊന്നും വരത്തില്ല, അതിനുള്ളതാ ഇതൊക്കെ. ഇതെല്ലാം ഈ വനത്തിൽ തന്നെ നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്ത്, ആദിവാസികൾ ഇതെല്ലാം കളക്ട് ചെയ്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നു. അതിന് സൊസൈറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രൊക്കഡൈൽ പാർക്ക് കാണാൻ വരുന്നവർക്ക് ഇവിടെ തന്നെ ഈ വനശ്രീയുടെ ഈ ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്നത് കഴിഞ്ഞാൽ തീരെ വിലക്കുറവാണ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.